Hello dears, welcome back to Learn and Grow. Today we are going to discuss class 7 social science chapter 12 ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററി അല്ലേ. അപ്പോൾ അതിൻ്റെ പാർട്ട് 1, 2 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണണം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അബൌട്ട് ദ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി അല്ലേ. ഹിസ്റ്ററിയുടെ സ്രോതസ്സുകൾ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കോയിൻസ്, പാലസസ്, ഫോർട്ട്സ്, മൗണ്ട്മെൻറ്റ്സ് ഇതിനൊക്കെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ന്യൂസ് പേപ്പറിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്കിത് ഹെൽപ്ഫുള്ളായി തോന്നുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ചാപ്റ്റർ. Newspaper. We depend on newspapers, visual media and social media to know the day-to-day events. These newspapers would eventually become the main means for understanding the history. ഇപ്പം നമ്മളെല്ലാവരും പത്രം വായിക്കാറുണ്ട് അല്ലേ, ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട് അല്ലേ. ന്യൂസ് പേപ്പർ വായിക്കുന്നതിൽ വായന സുഗമമാക്കാനൊക്കെ വളരെ നല്ലതാണല്ലേ. അപ്പോൾ ഇങ്ങനെ ദൈനംദിന സംഭവങ്ങൾ അറിയാമെന്ന് പത്രങ്ങളൊക്കെ എടുക്കുന്നു അല്ലേ. പത്രങ്ങൾ മാത്രമല്ല, ദൃശ്യമാധ്യമങ്ങൾ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ അല്ലേ, TV, സോഷ്യൽ മീഡിയാസൊക്കെ നമ്മൾ ന്യൂസ് കേൾക്കാനായിട്ട് ആശ്രയിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പത്രങ്ങൾ കാലക്രമേണ ഒരു ചരിത്രം അറിയാനുള്ള പ്രധാന ഉപാധിയായിട്ട് മാറും അല്ലേ. ന്യൂസ് പേപ്പേഴ്സ് ഓഫ് പീരീഡ് ആർ ദ മെയിൻ സോഴ്സ് യൂസ്ഡ് ബൈ ദ സ്റ്റുഡൻസ് ഓഫ് ഹിസ്റ്ററീസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്ററി ഓഫ് ഫോറിൻ റൂൾ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ വിദേശ ആധിപത്യത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ ചരിത്ര വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന പ്രധാന സ്രോതസ്സ് ആണ് അന്നത്തെ പഴയ കാലത്തെ വർത്തമാന പത്രങ്ങൾ അല്ലേ. അപ്പോൾ വർത്തമാന പത്രത്തിൽ എല്ലാം ന്യൂസും ഉണ്ടാവും അല്ലേ. അപ്പോൾ പണ്ട് കാലത്തെ വർത്തമാന പത്രം നോക്കിയാൽ ആ കാലത്തെ ഏകദേശം ഹിസ്റ്ററി ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. ന്യൂസ് പേപ്പർ ഓൾസോ ഹെൽപ്പ് us to know about all the aspect of the political, social, economic history of the കേരള. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചരിത്രത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് അറിയാനും പത്രങ്ങൾ നമ്മളെ സഹായിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഒരു മെയിൻ സോഴ്സ് ഓഫ് ഹിസ്റ്ററിയാണ്. ഓക്കെ, അടുത്തായി നോക്കാം ടുവേർഡ്സ് റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി, പ്രാദേശിക ചരിത്ര രചനയ്ക്ക്. ഓക്കെ, നോക്കാം. The local history is the study of past event in a specific geographically a small area. The historical resources that we got familiarized with till now are significantly helpful for writing mainstream history. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ലോക്കൽ ഹിസ്റ്ററി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ലോക്കൽ ഹിസ്റ്ററി എന്ന് വെച്ചാൽ പ്രാദേശിക ചരിത്ര രചന എന്ന് വെച്ചാൽ ഒരു ചെറിയ പ്രദേശത്തെ മാത്രം കുറിച്ചുള്ള ചരിത്രത്തെക്കുറിച്ചുള്ള സംഭവത്തിന് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു നിശ്ചിത പ്രദേശത്തെ അവിടുത്തെ മുൻകാല സംഭവങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത് ചരിത്ര സ്രോതസ്സുകൾ പ്രധാനമായും മെയിൻ ഹിസ്റ്ററി രചനയ്ക്ക് സഹായമാകുന്നതാണ് അല്ലേ. അപ്പോൾ ലെറ്റ് us familiarize with certain sources that help us to writing local history. അപ്പോൾ ഇനി നമുക്ക് ലോക്കൽ ഹിസ്റ്ററി എഴുതാൻ സഹായകമാകുന്ന സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോഴ്സസ് ഫോർ ലോക്കൽ ഹിസ്റ്ററി. ഒബ്സർവേഷൻ ഓഫ് ദ ലൊക്കാലിറ്റി അല്ലേ. അവിടുത്തെ ആ ഒരു ലൊക്കാലിറ്റി നന്നായിട്ട് നിരീക്ഷിക്കുക. പിന്നെ മെമ്മറീസ്, ഓറൽ ട്രഡീഷൻ എന്ന് വെച്ചാൽ വാമൊഴി അല്ലേ, ഇങ്ങനെ കാലങ്ങളായിട്ട് പറഞ്ഞ് കേട്ട അറിവ്. പ്ലേസ് നെയിംസ്, സ്ഥലനാമ ചരിത്രങ്ങൾ. ഫാമിലി ഹിസ്റ്ററി, കുടുംബ ചരിത്രം. ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്, ഔദ്യോഗിക രേഖകൾ. മോർട്ടേജ് ഡോക്യുമെൻറ്റ് ആൻഡ് ഡീഡ്സ്, പണയരേഖകൾ അല്ലെങ്കിൽ ആധാരങ്ങൾ, അതൊക്കെ. ലോക്കൽ നോളജ്, റൈറ്റ്സ് ആൻഡ് റിച്വൽസ്, ആചാരാനുഷ്ഠാനങ്ങൾ, പാട്ടുകൾ. പിന്നെ ലോക്കൽ നോളജ്, നാട്ടറിവുകൾ, ഇതൊക്കെ. അപ്പോൾ ഒരു പ്രാദേശിക ചരിത്ര രചനയിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ മെയിൻ സ്ട്രീം ഹിസ്റ്ററിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ പഠിച്ചു അല്ലേ, നമ്മൾ മനസ്സിലാക്കി. അടുത്തതായിട്ട് എന്താണ് ലോക്കൽ ഒബ്സർവേഷൻ? പ്രാദേശിക നിരീക്ഷണം അല്ലേ.
ഇതിനെക്കുറിച്ച് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലോക്കൽ ഒബ്സർവേഷൻ അല്ലേ. അപ്പോൾ ലോക്കൽ ഹിസ്റ്ററി ഈസ് എ minute study of geographically limited area or an event. Observing the locality help us to know the minute detail of that region അല്ലേ. അപ്പോൾ ലോക്കൽ ഹിസ്റ്ററി എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പറഞ്ഞു ചെറിയൊരു പ്രദേശത്തിൻ്റെയോ സംഭവത്തിൻ്റെയോ സൂക്ഷ്മ പഠനമാണ് എന്ത് ലോക്കൽ ഹിസ്റ്ററി അല്ലേ. അതുകൊണ്ട് ഒബ്സർവിങ് ദ ലൊക്കാലിറ്റി ഹെൽപ്പ് അസ് ടു നോ ദ മൈന്യൂട്ട് ഡീറ്റെയിൽ ഓഫ് ദാറ്റ് റീജിയൻ. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ സൂക്ഷ്മവശങ്ങൾ തിരിച്ചറിയാൻ നമ്മളെ ആ ഒരു ലോക്കൽ ഒബ്സർവേഷന് സഹായകമാകുന്നുണ്ട്. It is essential to conduct a local visit and observation to understand the diversity of the area where a local community exists, its geographical features, direction, flora and fauna, watersheds and agricultural practices. അപ്പോൾ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു കണ്ടക്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രാദേശിക സമൂഹം നിലനിൽക്കുന്ന ഒരു ഭൂപ്രദേശം, പിന്നെ അവിടുത്തെ ഭൂമിശാസ്ത്രത്തിൻ്റെ പ്രത്യേകതകൾ, പിന്നെ സസ്യജന്തുജാലങ്ങൾ, അതുപോലെ തന്നെ വാട്ടർ ഷെഡ്സ്, വാട്ടർ അവൈലബിലിറ്റി, ഇതൊക്കെ ഈ കൃഷി രീതികളൊക്കെ തുടങ്ങിയ വൈവിധ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ലോക്കൽ ഒബ്സർവേഷൻ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ താഴെ നോക്കിയൊരു ഫിഗർ ഉണ്ട് അല്ലേ. വാട്ട് അതർ ഇൻഫർമേഷൻ ക്യാൻ വി ഫൈൻഡ് ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി ത്രൂ ലോക്കൽ ഒബ്സർവേഷൻ. അപ്പോൾ പ്രാദേശിക നിരീക്ഷണത്തിലൂടെ ഹിസ്റ്ററി രചനയ്ക്ക് ആവശ്യമായ മറ്റെന്തെല്ലാം വിവരങ്ങൾ നമുക്ക് കണ്ടെത്താനാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കണ്ടെത്താനാവും? ഒരു അവിടുത്തെ ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ പാർപ്പിടം, പിന്നെ എന്താണ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ലാംഗ്വേജ്, ലിറ്ററേച്ചർ, പിന്നെ ആർട്ട്, എൻ്റർടൈൻമെൻറ്റ്, ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ അല്ലേ. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നോക്കിയേ, ഇവിടെ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ ലൊക്കാലിറ്റി വെയർ യു ലൈവ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൻ ബിലോ. അപ്പം നിങ്ങളുടെ ലൊക്കാലിറ്റിയിലെ നിങ്ങൾ എവിടെയാണോ ഉള്ളത് ആ പ്രദേശത്തെ നിരീക്ഷണം നടത്തി താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് അല്ലേ. ഓക്കെ, നെയിം ഓഫ് ദ ലൊക്കാലിറ്റി, ആ പ്രദേശത്തിൻ്റെ പേര്, വില്ലേജ്, താലൂക്ക്, ഡിസ്ട്രിക്ട്, ഇതൊക്കെ നിങ്ങൾക്കാണ് അറിയുന്നത്. അപ്പോൾ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഇനി അവിടുത്തെ ടൈപ്സ് ഓഫ് സോയിൽ എന്താണ്, ടൈപ്സ് ഓഫ് പ്ലാന്റ്, ടൈപ്സ് ഓഫ് ആനിമൽ, ഏതൊക്കെ ആനിമലാണ്, ഏതൊക്കെ പ്ലാന്റ്സ് ആണ്, എന്തൊക്കെ തരത്തിലുള്ള സോയിലാണ് ഉള്ളത്, അവിടുത്തെ വിവിധ തരം കൃഷി രീതികൾ, അഗ്രികൾച്ചറൽ ക്രോപ്സ്, ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ, ഒക്യുപ്പേഷൻ, വാട്ടർ സോഴ്സസ് എന്തൊക്കെയാണ്, ഇതിനൊക്കെ കുറിച്ച് നിങ്ങൾക്ക് മുതിർന്നവരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അങ്ങനെ കണ്ടെത്തി ഈ ഒരു ടേബിൾ നിങ്ങൾ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സോ യു ഹാവ് ടു ഡു ദിസ്, യു ഹാവ് ടു ഫൈൻഡ് ഓൾമോസ്റ്റ് ഓൾ ദ തിങ്സ് ഫോർ ദിസ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നോക്കാം മെമ്മറീസ്, ഓറൽ ഹിസ്റ്ററി അല്ലേ, വാമൊഴി, ഓർമ്മകൾ. ഓറൽ ഹിസ്റ്ററി ഈസ് ദ മെമ്മറീസ് കളക്റ്റഡ് ഫ്രം ജനറേഷൻ ദാറ്റ് ഹാസ് ഡയറക്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ വാമൊഴി സ്വീകരിക്കുന്നത്? ആരിൽ നിന്നാണ്? നേര അനുഭവങ്ങൾ ഉള്ള ഒരു തലമുറയിൽ നിന്നും സ്വീകരിക്കുന്ന മൊഴികളെയാണ് വാമൊഴി എന്ന് പറയുന്നത് അല്ലേ. എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റുള്ള ഒരു തലമുറയിൽ നിന്നും അവർ പറഞ്ഞു കേട്ട് അന്ന് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഒക്കെ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ കേട്ട് അങ്ങനെയാണ് തലമുറ കൈമാറി വന്നിട്ട് നമ്മൾ കേട്ടറിവില്ലേ, അതാണ്. ഓക്കെ, collecting the memories of the elders of the place chosen for writing local history is very important. അപ്പോൾ ഇങ്ങനെ ലോക്കൽ ഹിസ്റ്ററി എഴുതാനായിട്ട് ആ സ്ഥലത്തെ മുതിർന്ന ആളുകളുടെ ഓർമ്മകൾ ശേഖരിക്കുകയാണ് ഏറ്റവും പ്രധാനം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന്, എൽഡർലി പേഴ്സണിൽ നിന്നാണ് നമ്മളിങ്ങനെയുള്ള ഇത് സ്വീകരിക്കുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഹാവ് ഓറൽ ഡിസ്ക്രിപ്ഷൻ ടു കളക്ട് ഇൻഫർമേഷൻ ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻ, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, സ്റ്റൈൽ ഓഫ് ഡ്രസ്സിംഗ് ആൻഡ് ഫുൾ കൾച്ചർ ഓഫ് ലൊക്കാലിറ്റി ടു റൈറ്റ് ദ ഹിസ്റ്ററി ഓഫ് ദ പ്ലേസ്. അപ്പോൾ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് അല്ലെ, ഗതാഗത മാർഗങ്ങൾ, സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്, അവിടുത്തെ വസ്ത്രധാരണ രീതി, ഫുഡ് കൾച്ചർ ഓഫ് ലൊക്കാലിറ്റി, അവിടുത്തെ രുചിശീലങ്ങൾ, ഇതൊക്കെ ചരിത്ര രചനയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നത് ഈ വാമൊഴിയിൽ അനിവാര്യമാണ്. The memories of different person on these matters will help reconstructing the history.
These memory help us to analyze the practices that existed in the society and the changes that were affected due course. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ മെമ്മറീസ്, അപ്പോൾ ഇങ്ങനെ വാമൊഴിയെക്കുറിച്ച് ആൾക്കാരുടെ ഓർമ്മകൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകൾ, ഒരു വ്യക്തികളുടെ ഓർമ്മകൾ നമുക്ക് ചരിത്രത്തെ പുനർനിർമ്മിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലേ? ടു റീകൺസ്ട്രക്റ്റിംഗ് ദ ഹിസ്റ്ററി. ദ മെമ്മറി ഹെൽപ്പ് us ടു അനലൈസ് ദ പ്രാക്ടീസസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ സൊസൈറ്റി. അതുപോലെ തന്നെ എന്താണ്, ഈ ഓർമ്മകൾ അന്ന് കാലത്ത് നിലനിന്നിരുന്ന പല സമ്പ്രദായങ്ങളും പിൽക്കാലത്തുണ്ടായ മാറ്റങ്ങളും വിശകലനം ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലേ? ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു വെരിഫൈ ദ ഓറൽ ഇൻഫർമേഷൻ കളക്റ്റഡ് വിത്ത് അതർ സോഴ്സസ് ടു എൻഷ്യൂർ ദ ക്രെഡിബിലിറ്റി. അപ്പോൾ വാമൊഴി സ്രോതസ്സുകളെ മറ്റു സ്രോതസ്സുകളോടൊപ്പം ചേർത്ത് വെച്ച് പരിശോധിച്ച് അതിൻ്റെ വിശ്വാസ്യത അല്ലേ, അതിൻ്റെ ക്രെഡിബിലിറ്റി ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. വെച്ചാൽ മറ്റു സ്രോതസ്സുകളില്ല, ഇപ്പോൾ നമ്മൾക്ക് ഒരു പ്രദേശത്തെ ചരിത്രം അറിയാൻ പറ്റുന്ന മറ്റു സ്രോതസ്സുകളോടൊപ്പം ഈ വാമൊഴിയും ചേർത്ത് വെച്ച് അപ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയാൽ പ്രിപ്പയർ ദ ടേബിൾ ഓൺ റീജിയണൽ ഡാറ്റ ആഫ്റ്റർ കൺസൾട്ടിങ് ദ എൽഡേഴ്സ് ഇൻ യുവർ ഫാമിലി ഓർ ലൊക്കാലിറ്റി. അപ്പം നിങ്ങളുടെ പ്രദേശത്തെ മുതിർന്നവരോട് ചോദിച്ച് അറിഞ്ഞ് ആ പ്രദേശത്തെ വിവര പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെയിം ഓഫ് ദ ലൊക്കാലിറ്റി, ആ ദേശത്തിൻ്റെ പേര്, ഇൻസ്റ്റിറ്റ്യൂഷൻ, അവിടെയുള്ള സ്ഥാപനങ്ങൾ, പഴയതും പുതിയതും. ഓക്കെ, ഓൾഡ് ആൻഡ് ന്യൂ, ഒക്യുപ്പേഷൻ, ആൾക്കാരുടെ തൊഴിൽ, പിന്നെ അഗ്രികൾച്ചർ, സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്, അത് പണ്ടതും ഇപ്പോഴുള്ള മാറ്റങ്ങൾ. ഓക്കെ, ഓൾഡ് ആൻഡ് ന്യൂ എന്ന് കൊടുത്തിട്ടില്ലേ. പിന്നെ രുചിശീലങ്ങൾ, ഫുഡ് കൾച്ചർ, ഭക്ഷണശീലങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, ഗതാഗത മാർഗങ്ങൾ. അപ്പോൾ പഴയതും പുതിയതും തമ്മിൽ താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, എന്തൊക്കെ മാറ്റങ്ങളാണ് പണ്ട് കാലത്ത് നിന്ന് പുതിയ രീതിയിലേക്ക് മാറ്റം വന്നിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തതായി നോക്കാം, പ്ലേസ് നെയിം. ഹൗ ഡിഡ് യുവർ ലൊക്കാലിറ്റി ഗെറ്റ് ഇറ്റ്സ് നെയിം? അപ്പോൾ നമ്മുടെ നാടിനൊരു പേരുണ്ടാവും അല്ലേ, ആ പേര് എങ്ങനെയാണ് അവിടേക്ക് വന്നത്, പെട്ടത്? ഓക്കെ, ഒരു നാടിന് എങ്ങനെയായിരിക്കും ആ പേര് കൈവന്നത്? അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹൗ ഡിഡ് കോഴിക്കോട് ഗെറ്റ്സ് ഇറ്റ്സ് നെയിം? എങ്ങനെയാണ് കോഴിക്കോടിന് ആ പേര് കിട്ടിയത്? ദ ഓൾഡ് നെയിം വാസ് കോയിൽ കോട്ട, വിച്ച് വാസ് കോമ്പിനേഷൻ ഓഫ് ടു നെയിംസ്, കോയിൽ ആൻഡ് കോട്ട. കോയിൽ മീൻസ് പാലസ്. ദ നെയിം കോയിൽ കോട്ട മീൻസ് എ പാലസ് പ്രൊട്ടക്റ്റഡ് വിത്ത് ഫോർട്ട്. Historians say that this was later changed to കോഴിക്കോട്. ഓക്കെ, അപ്പോൾ ആദ്യം കോഴിക്കോടിന് എന്തായിരുന്നു പേരുണ്ടായിരുന്നത്? കോയിൽ കോട്ട എന്നായിരുന്നു. കോയിൽ മീൻസ് പാലസ്, കോട്ട. അപ്പോൾ കോയിൽ കോട്ട എന്ന് ടുഗെദർ പറയുമ്പോൾ എ പാലസ് പ്രൊട്ടക്റ്റഡ് വിത്ത് ഫോർട്ട് എന്ന് വെച്ചാൽ കോട്ട കൊണ്ട് സംരക്ഷിച്ച കൊട്ടാരം എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ അത് പിൽക്കാലത്ത് എന്തായി മാറി? കോഴിക്കോടായിട്ട് മാറി. ലുക്ക് അറ്റ് ദ നെയിം ചേഞ്ചസ് പ്ലേക്ക് ലൈക്ക് തൃശ്ശൂർ, കണ്ണൂർ, തലശ്ശേരി ആൻഡ് തങ്കശ്ശേരി. അപ്പോൾ ഇതുപോലെ തന്നെ ഈ തൃശ്ശൂർ, കണ്ണൂർ, ഈ സ്ഥലനാമങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ. വി ക്യാൻ ഫൈൻഡ് നെയിംസ് ഓഫ് പ്ലേസ് എൻഡിങ് വിത്ത് ഊർ ഓർ ശേരി അക്രോസ് കേരള അല്ലേ? അപ്പോൾ കേരളത്തിലെ ചില പ്രദേശത്തെ പേരുകളൊക്കെ എൻഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഊർ അല്ലെങ്കിൽ ശേരി എന്നായിരിക്കും അല്ലേ? അപ്പോൾ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓൾസോ പ്ലേസ് എ മേജർ റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് നെയിംസ് ഓഫ് ദ പ്ലേസസ്. അപ്പോൾ ആ ഒരു പ്രദേശത്തിന് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അവിടുത്തെ സ്ഥലനാമ രൂപീകരണത്തിൽ സ്വാധീനം ചെലുത്താറുണ്ട്. ഇനി അടുത്തതായിട്ട് ഫാമിലി ഹിസ്റ്ററി നോക്കാം. The history of family is an important literary source in the local history writing. It is the responsibility of local historian to collect information on the intervention or contribution made by individuals to growth and progress of a village or a region after ensuring the credibility of the information. അപ്പോൾ കുടുംബങ്ങളുടെ ചരിത്രവും പ്രാദേശിക രചനയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്രോതസ്സാണ്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ വളർച്ചയിൽ വ്യക്തികൾ നടത്തിയ ഇടപെടലുകളും സംഭാവനകളും ഉറപ്പാക്കി ശേഖരിക്കുക എന്നത് പ്രാദേശിക ചരിത്ര അന്വേഷകൻ്റെ ഒരു കടമയാണ്. ഓക്കെ, അപ്പോൾ അതാണ് കുടുംബ ചരിത്രം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ, ദ സോൾട്ട് ലോ ബ്രീച്ച്ഡ്, ഉപ്പ് നിയമം ലംഘിച്ചു എന്നാണ് ആ ഹെഡിങ്. ഓക്കെ, The salt law introduced by British was breached under the leadership of a large multitude people 17th May 1930 on the Calicut beach. The Gujaratis of Calicut actively involved in this. അപ്പോൾ 1930 മെയ് 17 ആണ്
27 സ്ഥലങ്ങളിലായി കോഴിക്കോട് കടപ്പുറത്ത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഉപ്പ് നിയമം ലംഘിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിന് ഗുജറാത്തി നിവാസികൾ താൽപര്യത്തോടെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു. The Satyagraha volunteers from Travancore also joined. The protesters staged a procession called out anti-British slogan after distilling sea water and making salt. തിരുവിതാംകൂറിൽ നിന്നും വന്ന സത്യാഗ്രഹ വളണ്ടിയർമാരും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ജാഥ നടത്തിയിരുന്നു. ഓക്കെ, ദ ഈവൻ ക്യാപ്റ്റ് വിത്ത് ദം ദ മെറ്റീരിയൽസ് നീഡഡ് ഫോർ മേക്കിംഗ് സോൾട്ട്. അപ്പോൾ അവരുടെ കയ്യിൽ ഉപ്പുണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളും വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ദ പോലീസ് എൻകൗണ്ടേർഡ് ദ വോളണ്ടിയേഴ്സ് brutally who participated in the salt satyagraha organized on the beach. P. Krishna Pillai and Abdurrahman Sahib made legendary defense to protect the freedom struggling flag from the police. അപ്പോൾ കടപ്പുറത്ത് നടന്ന ഈ ഒരു ഉപ്പ് സത്യാഗ്രഹ സമരത്തെ പോലീസ് ക്രൂരമായിട്ട് നേരിട്ടു. സ്വാതന്ത്ര്യ സമര പതാക പോലീസിൽ നിന്നും സംരക്ഷിക്കാൻ പി കൃഷ്ണപിള്ളയും അബ്ദുൽ റഹ്മാൻ സാഹിബുമൊക്കെ വളരെ ഐതിഹാസികമായിട്ടുള്ള പ്രതിരോധമാണ് നടത്തിയത് അല്ലേ. ഇത് ഉപ്പ് സത്യാഗ്രഹം അല്ലേ. ആ ഒരു സമയത്ത് ബ്രിട്ടീഷുകാർ ഉപ്പുണ്ടാക്കുന്നതിൽ നിന്ന് ആൾക്കാരെ വിരോധിച്ചു അല്ലേ. അവർ അതിനെതിരായിട്ട് സമരം ചെയ്തൊരു കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കിയേ, ദിസ് ഡോക്യുമെന്റ് കെപ്റ്റ് തമിഴ്നാടു അച്ചീവേഴ്സ് ത്രൂ ലൈറ്റ് ഓൺ ദ ഫ്രീഡം സ്ട്രഗിൾ ഓഫ് കേരള. വാട്ട് ആർ ദ ഡീറ്റെയിൽസ് മെൻഷൻ ഇൻ ദ ഡോക്യുമെന്റ്? തമിഴ്നാട് പുരോഗമന സമുച്ചയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഈ രേഖ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിലേക്കിൻ്റെ ഒരു വെളിച്ചം വീശുന്നതിൻ്റെ ഒരു കാര്യമാണ് അല്ലേ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ എന്തൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം? ഡേറ്റ് ആൻഡ് ലൊക്കേഷൻ അല്ലേ. ഡേറ്റും ലൊക്കേഷനും കൊടുത്തിട്ടുണ്ട്. ദ ലീഡേഴ്സ്, ആരൊക്കെ ഇതിൽ ലീഡറായിട്ട് പ്രവർത്തിച്ചിരുന്നു. പാർട്ടിസിപ്പൻറ്റ് അല്ലേ, ആരൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പോലീസ് റെസ്പോൺസ്, പോലീസിൻ്റെ റെസ്പോൺസ് എങ്ങനെയുള്ളതായിരുന്നു. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് അല്ലേ, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? സെൻസസ് റിപ്പോർട്ട്, ഗസറ്റ് ഡോക്യുമെൻറ്റ്, കോർട്ട് ഡോക്യുമെൻറ്റ്, സർവേ റിപ്പോർട്ട്, ടാക്സ് ഡോക്യുമെൻറ്റ് നികുതി അല്ലേ, പോലീസ് റിപ്പോർട്ട്, പിന്നെ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് വെച്ചാൽ തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളുടെ. ഇറ്റ് ഈസ് ത്രൂ കോർട്ട് ഡോക്യുമെൻറ്റ് ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഡീറ്റെയിൽ ഓഫ് ദ സ്ട്രഗ്ലിംഗ് ആൻഡ് റിയോട്ട്സ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് colonialization. We rely on census report to understand the population and different sections of the people of a particular geographical region. അപ്പോൾ ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കെതിരെ നടന്ന സമരങ്ങൾ, കലാപങ്ങൾ തുടങ്ങിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് കോടതിയിലെ രേഖകളിലൂടെയാണ്. ഓക്കെ, കോടതി രേഖകളിൽ അതിനെക്കുറിച്ചൊക്കെ ഉണ്ടാവുമല്ലോ രേഖകൾ, അതിലൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു പ്രദേശത്തിലെ ജനസംഖ്യ, അവിടുത്തെ ജനവിഭാഗം എന്നിവയൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ആശ്രയിക്കുന്നത് സെൻസസ് രേഖയാണ് അല്ലേ. എപ്പോഴും നമ്മളെ നാടുകളിൽ സെൻസൊക്കെ എടുക്കാൻ വരുമല്ലേ. അപ്പോൾ അതേപോലത്തെ പണ്ട് കാലത്തെ സെൻസസ് രേഖകളിലൂടെയാണ് നമുക്ക് അക്കാലത്തെ പോപ്പുലേഷനും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് നോക്കാം, മോർട്ടേജ് ഡോക്യുമെന്റ്സ് ആൻഡ് ഡീഡ്. പണയരേഖകൾ അല്ലെങ്കിൽ ആധാരങ്ങൾ. പണയരേഖകളും അതുപോലെ ആധാരങ്ങളും ഒക്കെ തന്നെ എന്താണ്, ചരിത്രരചനയ്ക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മുതൽക്കൂട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? വി ഗെറ്റ് ദ ഇൻഫർമേഷൻ ഓഫ് പേഴ്സണൽ ഡീറ്റെയിൽ, പ്രൈവറ്റ് പ്രോപ്പർട്ടീസ്, ഒരു വ്യക്തിയുടെ വ്യക്തി വിവരങ്ങളും അതുപോലെ സ്വകാര്യ സ്വത്തുക്കളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ലോക്കൽ നോളജ്, സോങ്സ്, റൈറ്റ്സ് ആൻഡ് റിച്വൽസ്, ആർട്ട് ഫോംസ്. അപ്പോൾ ഇനി നാട്ടറിവുകൾ അല്ലേ, പിന്നെന്താണ്, സോങ്സ്, പാട്ടുകൾ, റൈറ്റ്സ് ആൻഡ് റിച്വൽസ്, ആചാര അനുഷ്ഠാനങ്ങൾ, ആർട്ട് ഫോം, കലാരൂപങ്ങൾ. ഇതൊക്കെയും എന്താണ്, ചരിത്രരചനയ്ക്ക് വളരെ സഹായകമായ സോഴ്സുകളാണ് അല്ലേ. നോക്കിയേ, മറ്റും ഫലവിധൻ നെല്ലു കല്യാണ കീർത്തെ ഉണ്ണിനീലി സന്ദേശം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നെല്ലിൻ്റെ വിത്തിനങ്ങളെ കുറിച്ചാണ്. ടൈകോരൻ, ചോഴൻ, പഴവരി എന്നൊക്കെ പറഞ്ഞാൽ നെല്ലുകളുടെ പലവിധ നെൽവിത്തിനങ്ങൾ ഉണ്ടാവില്ല, അതിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതൊരു പാട്ട് രൂപത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ എന്താണ്, പാട്ടുകൾ മാത്രമല്ല, പഴഞ്ചൊല്ലുകൾ, കഥകൾ, അത് നോട്ടീസുകൾ, ക്ഷണക്കത്തുകൾ, ഇതെല്ലാം പ്രാദേശിക ചരിത്രത്തിൻ്റെ സ്രോതസ്സുകളാണ്. ഓക്കെ, അപ്പോൾ പ്രാദേശിക അല്ലെങ്കിൽ സമഗ്ര ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതവും ഡേ ടു ഡേ ആക്ടിവിറ്റീസും ഒക്കെ ചരിത്രത്തിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്നു. ഓക്കെ, അപ്പോൾ താഴെ വി ക്യാൻ റൈറ്റ് ലോക്കൽ ഹിസ്റ്ററി യൂസിങ് ദ അബോവ് മെൻഷൻഡ് സോഴ്സസ്.
അപ്പോൾ മുകളിൽ പകർന്ന് ഇപ്പോൾ നമ്മൾ കുറേ സ്രോതസ്സുകളൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രാദേശിക ചരിത്ര രചന നടത്താനാവും. പ്രാദേശിക ചരിത്ര രചന നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തിങ്സ് ടു ബി നോട്ടഡ് ഓൺ റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി. ഓക്കെ, ഏതൊക്കെയാണ് നോക്കിയേ? ഫിസിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഭൂപ്രകൃതി. The accurate geographical boundaries and natural features of a place should be there in the history writing when it is selected for writing local history. അപ്പോൾ ഒരു ചരിത്ര പഠനത്തിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രദേശത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഭൂമിശാസ്ത്ര അതിരുകൾ, അവിടുത്തെ പ്രത്യേകതകൾ എന്താണ്, മൗണ്ടെയിൻ, റിവർ, വാട്ടർ ഷെഡ് എന്നിവയൊക്കെ അതിലുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ഹിസ്റ്റോറിക്കൽ മോൺമെൻറ്റ്. ഹിസ്റ്റോറിക്കൽ മോൺമെൻറ്റ് ഏതാണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? മഹാശിലകൾ, സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻ, ഫോർട്ട്, പ്ലേസസ് ഓഫ് വേർഷിപ്പ്, ഇതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ ഒക്യുപ്പേഷൻ, മീൻസ് ഓഫ് ലിവിങ്, അവിടുത്തെ ഉപജീവന മാർഗം, ആ പ്രദേശത്തിൻ്റെ അവരെന്താണ്, അവരുടെ കൈത്തൊഴിൽ, കൃഷിരീതി അല്ലെങ്കിൽ വാണിജ്യ കേന്ദ്രങ്ങൾ, വൈദ്യം എന്നിവയെക്കുറിച്ചൊക്കെ പറയാം. പിന്നെ സർവൈവൽ മോഡൽ, അതിജീവന മാതൃകകൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും വരൾച്ച അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ, ദാരിദ്ര്യം, ഇങ്ങനെയൊക്കെ ഇതിനെ പ്രതിരോധിച്ചതിൻ്റെ വിശകലനം. ഓക്കെ, ഡ്രോട്ട്, എപ്പിഡമിക്, എവിക്ഷൻ, പോവേർട്ടി, ഇതൊക്കെ. റെയിൻ, ടൊറൻഷ്യൽ റെയിൻ എന്ന് വെച്ചാൽ പേമാരി. പിന്നെ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സാംസ്കാരിക സ്ഥാപനങ്ങൾ. ഡീറ്റെയിൽസ് റിഗാർഡിംഗ് എഡ്യൂക്കേഷൻ, വുമൻസ് എഡ്യൂക്കേഷൻ, ലൈബ്രറീസ് എക്സെട്ര. ഇനി ലാൻഡ് റിലേഷൻ, ഭൂബന്ധങ്ങൾ. ഡീറ്റെയിൽസ് ഓഫ് അഗ്രികൾച്ചറൽ ടൈ അപ്പ്, ഫ്യൂഡൽ സിസ്റ്റം ആൻഡ് ഓൾ സ്റ്റാറ്റിക്സ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. പ്രദേശത്തെ കാർഷിക ബന്ധങ്ങളെക്കുറിച്ചും ജന്മി സമ്പ്രദായം അല്ലെങ്കിൽ പഴയ സ്ഥിതി വിവര കണക്കുകളെക്കുറിച്ചൊക്കെ ഉള്ള വിവരങ്ങൾ. ഇനി പാട്രിയോട്ടിസം, ദേശീയ ബോധം. There can be reference to the political movement, national movement, personalities of national importance of the area. പ്രദേശത്തെ രാഷ്ട്രീയ ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ചും ദേശീയ വ്യക്തികളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കണം. പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അവിടുത്തെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിനെ കുറിച്ചും അവരുടെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ ചരിത്രരചനയിൽ ഉൾപ്പെടുത്തണം. Bibliography is an important factor that ensures the authenticity of the history writing. This is detailed list of all sources used for writing history. The bibliography is used to given at the end of the study. അപ്പോൾ ഈ ബിബ്ലിയോഗ്രഫി എന്ന് വെച്ചാൽ ഈ നമ്മൾ എഴുതുന്ന ചരിത്രരചനയുടെ ആധികാരികത ഉറപ്പാക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഓക്കെ, അപ്പോൾ ചരിത്രരചനയ്ക്കായിട്ട് ഉപയോഗിച്ച എല്ലാ സ്രോതസ്സുകളുടെയും വിശദമായ ഒരു പട്ടികയാണ് ഈ ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. ഇത് പഠനത്തിൻ്റെ അവസാന ഭാഗത്താണ് ഈ ബിബ്ലിയോഗ്രഫി കൊടുക്കേണ്ടത്. ഹിസ്റ്ററിയുടെ അവസാനത്തെ ഭാഗത്താണ് ബിബ്ലിയോഗ്രഫി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഫസ്റ്റ് ടൈറ്റിൽ അല്ലേ, ഒരു തലക്കെട്ട് കൊടുത്തിരിക്കണം. പിന്നെന്താണ് കണ്ടന്റ്, അതിൻ്റെ ഉള്ളടക്കം. പിന്നെ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ സാക്ഷ്യപത്രം. അക്നോളജ്മെന്റ്, നന്ദി പ്രസ്താവന, നിങ്ങൾക്ക് ആരോടൊക്കെ നന്ദി രേഖപ്പെടുത്താനാണ്. നന്ദി പ്രസ്താവന. ദെൻ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ദെൻ ചാപ്റ്റേഴ്സ്, കൺക്ലൂഷൻ. പിന്നെന്താണ് റെഫറൻസസ്, അപ്പൻഡിക്സ്, ബിബ്ലിയോഗ്രഫി. ഓക്കെ, അപ്പോൾ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് ഹെൽപ്പ് us ടു റിട്രൈവിംഗ് അവർ ലോസ്റ്റ് കൾച്ചർ. അപ്പോൾ പ്രാദേശിക ചരിത്ര സംസ്കാരങ്ങളുടെ ഒരു വീണ്ടെടുക്കലിനെ നമ്മളെ സഹായിക്കും അല്ലേ ഈ ചരിത്ര രചന എന്ന് പറയുന്നത്. Finding the changes that continuously happens in life, formulating ways to future plan and sharing the future generation a detailed information of the history of the place are the aim of writing local history. ജീവിതത്തിൽ നിരന്തരം സംഭവിക്കുന്ന മാറ്റങ്ങളൊക്കെ കണ്ടെത്തി ഭാവിയിലേക്കുള്ള വഴികൾ രൂപപ്പെടുത്തുക, വരും തലമുറയ്ക്ക് നാടിൻ്റെ ചരിത്രം പകർന്നു കൊടുക്കുക തുടങ്ങിയൊക്കെ പ്രാദേശിക ചരിത്ര രചനയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നവയാണ്. നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നന്നായിട്ട് മനസ്സിലാക്കി വെക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ ഹിസ്റ്ററി ഓഫ് യുവർ ഏരിയ ബൈ കളക്ടിങ് അനലൈസിങ് ദ നെസസറി ഡീറ്റെയിൽസ് ബേസ്ഡ് ഓൺ ദ സോഴ്സസ് റെഫേഴ്സ് ഇൻ ദ ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ചരിത്ര രചന രേഖപ്പെടുത്താനായ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ വിവരങ്ങളൊക്കെ ശേഖരിച്ച് നിങ്ങളുടെ പ്രദേശത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്താനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ യു ട്രൈ ടു ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ വരാം. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, സപ്പോർട്ട് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.